എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റോടെ നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുത്തെ ഫ്രൂട്ട്സ് ആർ റിയലി ഡെലിഷ്യസ്, എസ്പെഷ്യലി മാംഗോസ് ആൻഡ് വാട്ടർമെലൺ. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണത്. വീഡിയോയുടെ ടൈറ്റിലിൽ കാണുന്ന പോലെ ആദ്യം നമ്മൾ ചാത്തുചക് മാർക്കറ്റിലേക്കല്ല പോകുന്നത്, ഒരു 7-Elevenലേക്കാണ്. ഒരു ലോക്കൽ സിം എടുക്കണം. പ്രാർത്ഥന മാർക്കറ്റിൻ്റെ തന്നെ എക്സ്റ്റെൻഡഡ് ഏരിയാസാണ് ഇതെല്ലാം. ഇവിടെ ഫുഡ് സ്റ്റോൾസും മസാജ് സെൻറ്റേഴ്സുമാണ് കൂടുതൽ. അതായത് സൈഡിൽ കൂടി എല്ലാം മസാജ് പാർലറാണ്. ഇതിൻ്റെ റേറ്റ് കാണാം. 250 ബാത്ത് ആൻഡ് എബവ് ആണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. ആക്ച്വലി ഇൻ്റർനാഷണൽ റോമിങ് ഞാൻ എൻ്റെ ഇന്ത്യൻ സിമ്മിൽ ചെയ്തിട്ടാണ് വന്നത്. ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഐക്ലൗഡിലേക്കുള്ള ഓട്ടോ അപ്ലോഡ് ഓഫ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് എൻ്റെ ഡേറ്റ ഫുൾ തീർന്നു. ലോക്കൽ സിം വാങ്ങാതെ വേറെ വഴിയില്ലിപ്പോൾ. പിന്നെ 7-Elevenലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഡ്രിങ്ക് ഉണ്ട്, അതും ട്രൈ ചെയ്യണം. സോ ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ്. നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ലാത്ത കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ട് ലേസിൻ്റെ ഇവിടെ. ഐ ഹാവ് ട്രൈഡ് ഫ്യൂ ആൻഡ് ഇറ്റ് ടേസ്റ്റ് റിയലി ഗുഡ്. ഐസ് ക്യൂബ്സിൽ ബനാന മിൽക്കും ചോക്ലേറ്റ് മിൽക്കും കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ വൈറൽ ഡ്രിങ്ക് റെഡി. ഐ ലൈക്ക് ദ ടേസ്റ്റ്. എൻ്റെ ടൈപ്പ് ഓഫ് ഡ്രിങ്ക് ആണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ. തായ്ലൻഡിൽ ലോക്കൽ സിം എടുക്കാൻ വേണ്ടി അധികം പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നമ്മുടെ ഒരു ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ അവരെടുക്കും, അത്രമാത്രം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 399 തായ് ബാത്തിൻ്റെ 10 ദിവസത്തേക്ക് അൺലിമിറ്റഡ് ഡേറ്റ ഉള്ള ഒരു സിമ്മാണ്. 8 ഡേയ്സിലേക്കുള്ളത്. നമ്മളിനി നേരെ ചാത്തുചക് മാർക്കറ്റിലേക്ക് പോവാണ്. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് കുട, വെള്ളം, പിന്നെ ഇപ്പോൾ ഹാറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നോർമൽ ചൂട്, അതായത് നമ്മുടെ കൊച്ചിയിലൊക്കെ എങ്ങനെയാണോ അതുപോലത്തെ ഒരു ചൂട്. സോ ഇത് ഫെബ്രുവരി മന്ത്. ഇവിടെ കാഫേ ഉണ്ട്. ഇതൊരു ഫെബ്രുവരി മന്താണ്. ഇത്രയാണ് ചൂടുള്ളത്. വാ, ഞങ്ങളിപ്പോൾ അവിടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു 900 മീറ്റർ നടന്നു കഴിഞ്ഞാൽ അവിടെ മെട്രോ ഉണ്ടെന്ന് പറയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട്, ദാറ്റ് വൺ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ മെട്രോയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചേക്കുക. അവിടെ നിന്ന്, അതായത് ഒരു പ്ലാറ്റിനം മാളിൻ്റെ അവിടെ നിന്ന് ഒരു 900 മീറ്റർ അത്രേ ദൂരമുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് വേണം പോകാൻ വേണ്ടി. I'll just show you. Platform 2. Chatuchak wholesale market. Sorry? Chatuchak, this one? 2%, right? 2, yes. This one. 86, okay. On a ticket. Okay. इधर पास करके जाना.
this station. Passengers for Kukot, please alight and wait for the next train. We apologize for any inconvenience. നമുക്കിനി ഇവിടുന്ന് ഒരു ഏകദേശം 200 മീറ്റർ നടക്കാവുന്നതേ ഉള്ളൂ ചതുചക് മാർക്കറ്റിലേക്ക്. ഇതാ നമ്മളെത്തി. എല്ലാവരും കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടി ആ വാട്ടർ സ്പ്രേ ചെയ്യുന്ന ഷോപ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആരും ഇവിടെ പ്ലാന്റ്സ് വാങ്ങാൻ വേണ്ടി പോകുന്നതല്ല, എല്ലാവരും കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. ഇതൊരു വീക്കെൻഡ് മാർക്കറ്റാണ്. സാറ്റർഡേ സൺഡേ മാത്രമേ എല്ലാ ഷോപ്സും ഓപ്പൺ ആയിട്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ടൊരു നല്ല ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ എത്തണം. കാരണം ഇതിൽ മോർ ദാൻ 15,000 സ്റ്റോൾസ് ഉണ്ട്. മാത്രമല്ല ഇത് വൈകുന്നേരം 6 മണിയാകുമ്പോൾ അടയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഷോപ്പ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഫുൾ എടുക്കും. സോ നൗ ലെറ്റ്സ് ജസ്റ്റ് റോം അറൗണ്ട് ആൻഡ് സീ വാട്ട് വി ഫൈൻഡ്. We were so hungry and started getting headache as well. So we have decided to go to a nearby cafe.
നമ്മൾ രാജ്ദേവി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ കഫേ കിട്ടി. ആൻഡ് ഇറ്റ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ കഫേ. ഇറ്റ്സ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ്, ബട്ട് അല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സാണ്. ബട്ട് ദ ഡെക്കറേഷൻ ഈസ് റിയലി ഗുഡ്. മോസ്റ്റ്ലി പീപ്പിൾ ആർ കമ്മിങ് ഹിയർ ടു ടേക്ക് ഫോട്ടോസ് ആൻഡ് ലൈക്ക് ആൻ ഇൻസ്റ്റാഗ്രാമബിൾ കഫേ ഇറ്റ് ഈസ്. തായ് ഫുഡാണെങ്കിലും ചായ കോഫി ആണെങ്കിലും നമ്മുടെ നിന്ന് വളരെയധികം വ്യത്യസ്തമായ ടേസ്റ്റാണ് ഇവരുടെ. കൂടുതലും ഇവർ നോൺ വെജും സീ ഫുഡുമാണ് കഴിക്കുക. അവരുടെ ഇൻഗ്രീഡിയൻസിൻ്റെ സ്മെൽ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം ഞാൻ തിരികെ ഹോട്ടലിൽ പോയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, ബിക്കോസ് ഐ എം ക്രേവിങ് ഫോർ ഇറ്റ്. ലക്കിലി നമ്മുടെ ഹോട്ടലിൽ തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുത്തെ ഷെഫ് മലയാളിയാണ്. അതുകൊണ്ട് കേരള ഫുഡും കിട്ടും. മെനുവിൽ കേരള ഫുഡുണ്ട്. സോ ഫുഡിൻ്റെ കാര്യത്തിൽ വി ജസ്റ്റ് ഗോട്ട് ലക്കി ഹിയർ. The very next evening. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് അടുത്തുള്ള പല്ലേഡിയം മോളിലേക്കാണ്. ദാ കാണുന്നതാണ് മോൾ. റോഡ് ക്രോസ് ചെയ്ത് വേണം പോകാൻ വേണ്ടി. ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു അമ്പലമാണെന്നാണ്, പക്ഷെ അല്ല. ദൈവത്തിൻ്റെതായ എന്തോ ഒന്ന് തന്നെയാണ്. കാരണം ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടു. ഇതൊരു നൈറ്റ് മാർക്കറ്റാണ്. ഈ മോളിൻ്റെ ചുറ്റുമാണ് നൈറ്റ് മാർക്കറ്റ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഷോപ്സ് കാണാൻ പറ്റും. ആൻഡ് സ്റ്റാർബക്സ് ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ അമാരി. ഇനി അകത്ത് മോളിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇത് 8 o'clock ആകുമ്പോഴത്തേക്ക് ഈ മോൾ അടയ്ക്കും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് എത്തിയേക്കുന്നത്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ തിരികെ പോവാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണുന്നത് വരെ ബായ്.